ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ കുറേ ദിവസമായില്ല വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ എന്താ പറയുക, ചെറിയ ഹെൽത്ത് ഇഷ്യൂസും അതുപോലെ തന്നെ വീട്ടിലെ ഗസ്റ്റും ഒക്കെ ഇട്ടായിരുന്നു. അപ്പോൾ അതാണ് കേട്ടോ, നമുക്ക് വീഡിയോസ് ഒന്നും പ്രോപ്പറായിട്ട് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്ന് പറയുന്നത് ചെറിയൊരു ട്രിപ്പ് പോയിട്ടുള്ള ഒരു വ്ളോഗാണ് കേട്ടോ. ഞാൻ എൻ്റെ ലൈഫിൽ ഒരുപാട് ഹാപ്പി ആയിട്ടുള്ള ഒരു ഡേ ആയിരുന്നു ഈ ഒരു ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പോയിട്ടുള്ളത് ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് കേട്ടോ. അതായത് എൻ്റെ ഫ്രണ്ട് ഉണ്ട്, അവളുടെ കസിനും അതുപോലെ തന്നെ അവളുടെ ഫാമിലിയിൽ നിന്ന് ഒരു ട്രിപ്പ് പോകുന്നുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടുള്ള വേറൊരു കുട്ടി കൂടി ഉണ്ട്, കോയമ്പത്തൂരാണ് കേട്ടോ അവളുടെ വീട്. അപ്പം എന്നെ അവളെയും കൂടി വിളിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഞാനില്ലാന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആദ്യമില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നെ എന്താ പറയാ, ഈ ഒരു അവസരം എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും കിട്ടുന്ന ഒന്നല്ലല്ലോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇല്ലാന്ന് പറഞ്ഞു, പിന്നെ ഇക്ക പറഞ്ഞു എന്തായാലും പോയിക്കോന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പൊ അങ്ങനെ പോയി. പിന്നെ അവരുടെ ഫാമിലി ആണെന്നുണ്ടെങ്കിലും നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന +1 +2 ഒക്കെ ഒരുമിച്ചായതുകൊണ്ട് തന്നെ അവരുടെ വീട്ടിലേക്ക് ഞാൻ ഇടയ്ക്ക് പോകാറുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാവരെയും അറിയാം. അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ അറിയാത്ത ഒരാളുടെ കൂടെ പോണ പ്രശ്നവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾ രാവിലെ ഒരു 4:30 ആയപ്പോഴാണ് നമ്മൾ വീട്ടിൽ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നത്. അവർ അട്ടപ്പാടിയിൽ നിന്നാണ് വന്നത്. ഞാൻ ഇവിടുന്ന് കനാലിൻ്റെ അവിടെ നിന്ന് കയറാണ് കേട്ടോ ചെയ്തത്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഏകദേശം ഒരു 8 മണിയൊക്കെ ആയ സമയത്ത് മലപ്പുറത്ത് എത്തി. കൂട്ടിലങ്ങാടി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ മേമാൻ്റെ വീട് അവിടെ ആയിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇത് ഏതോ ഒരു പാലാണ് കേട്ടോ, എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്നത് കോഴിക്കോട്ടേക്കാണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് തന്നെ പോണത് ഹൈലൈറ്റ് മാളിലേക്കാണ് കേട്ടോ. ഹൈലൈറ്റ് മാൾ കാണാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവിടെ എത്തിയപ്പോഴത്തേക്കും 9 മണി ആയിട്ടുണ്ടായിരുന്നുള്ളൂ. 10:30 കേട്ടോ കറക്റ്റ് നമ്മുടെ ഹൈലൈറ്റ് മാൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ചെന്നപ്പോൾ പറഞ്ഞു അത് തുറക്കാൻ 10:30 ആവും പറഞ്ഞു. അപ്പൊ അതിന്റെ തൊട്ട് ഇപ്പുറത്താണ് കേട്ടോ നെക്സ്റ്റ് ഹൈപ്പർ മാർക്കറ്റ് ഉള്ളത്. അത് 9:30 കേട്ടോ സ്റ്റാർട്ട് ചെയ്യുക. ശരിക്കും 9:15 ആയിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാൽ നമ്മളൊരു 15 മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ ഫസ്റ്റ് നെക്സ്റ്റ് ഹൈപ്പർ മാർക്കറ്റിൽ പോയിട്ടോ. അങ്ങനെ നമ്മളിതാ ഓരോ സാധനങ്ങളൊക്കെ ജസ്റ്റ് ഇങ്ങനെ കണ്ടു, വിലയൊക്കെ നോക്കി അവിടെ തന്നെ വെച്ചു കേട്ടോ. കാരണം അത്യാവശ്യം നല്ല വിലയുണ്ട് ഓരോ സാധനങ്ങൾക്കും. വെറുതെ നമുക്കിങ്ങനെ നോക്കി കാണാനൊക്കെ നല്ല രസമാണല്ലോ. കിച്ചൺ ഐറ്റംസും ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ബ്യൂട്ടി പ്രോഡക്ട്സും അതുപോലെ തന്നെ കിച്ചണിലേക്ക് വേണ്ട സാധനങ്ങൾ, പാത്രങ്ങൾ, അതുപോലെ തന്നെ ഡ്രസ്സുകൾ, ബെഡ്ഷീറ്റ്, കിച്ചൺ ടവൽസ്, മോപ്പ്, അങ്ങനത്തെ കുറേ സാധനങ്ങൾ, എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ ഇതാ ജസ്റ്റ് ഇങ്ങനെ നോക്കി നടന്നു. അതിനുശേഷം പിന്നെ നമ്മൾ ഫിഷ്, ചിക്കന്, ബീഫ് അങ്ങനത്തെ ഉള്ള സെക്ഷനിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ കളിയാക്കുകയാണ് കേട്ടോ, എൻ്റെ ഹസ്ബൻഡിൻ്റെ ഏരിയ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഇതാ നമ്മൾ മീൻ, അതുപോലെ തന്നെ കക്കിറച്ചി, കൊഞ്ച്, ഞണ്ട്, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ അപ്പുറത്ത് ബീഫ്, അതിൻ്റെ ലിവർ, അതുപോലെ തന്നെ പാർട്സ്, വാരിയല്, പിന്നെ ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ ഷവായി ആയിട്ടുള്ള ഫുൾ പീസുകൾ, അതുപോലെ തന്നെ അൽഫാം പീസുകൾ, അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ ഇതാ കണ്ടു. പിന്നെ അതിൻ്റെ അപ്പുറത്ത് തന്നെ നമ്മൾ പിക്കിൾസ് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന നമ്മുടെ മാങ്ങ, നെല്ലിക്ക, പൈനാപ്പിൾ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉപ്പിലിട്ടതൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു മാങ്ങന്റെ പീസിന് 30 രൂപ 40 രൂപയ്ക്ക് ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ അതൊക്കെ ഇതാ നമ്മൾ കണ്ട്, നമ്മൾ കുറച്ച് നേരമൊക്കെ കണ്ട്. പിന്നെ കുട്ടികൾക്ക് 2 ഷേക്കും പിന്നെ അതൊരു ചോക്ലേറ്റിന്റെ ഒരു ബ്രൗണിയും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. എന്തെങ്കിലും ഒന്ന് വാങ്ങാതെ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റൂലല്ലോ പറഞ്ഞിട്ട്. അങ്ങനെയൊന്നുമില്ല കേട്ടോ, വാങ്ങിയിട്ടില്ലെങ്കിൽ നമുക്ക് പുറത്തിറങ്ങുക ചെയ്യാം. എന്നാലും മക്കൾ ഇങ്ങനെ അത് ഇതെന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ ഷേക്കും, ഒരു സ്ട്രോബെറി ഷേക്കും, പിന്നെ അതുപോലെ തന്നെ ഒരു പേരക്കൻ്റെ ഒരു വേറെന്തോ ഒരു ജ്യൂസും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. 35 രൂപയായിട്ട് ഞാൻ തോന്നുന്നുണ്ട്, എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അതും പിന്നെ നമ്മളൊരു ചോക്ലേറ്റിൻ്റെ ഒരു കേക്ക്, ബ്രൗണി പോലത്തെ ഒരു കേക്കും കൂടി വാങ്ങിച്ചിട്ട് നമ്മൾ വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ നെക്സ്റ്റ് പോയിട്ടുള്ളത് ഹൈലൈറ്റ് മോൾക്കാണ് കേട്ടോ. ഹൈലൈറ്റ് മോൾ ശരിക്കും ഓപ്പൺ ആവുന്നുള്ളൂ കേട്ടോ. എല്ലാ കടയൊന്നും തുറന്നിട്ടില്ല. കാരണം നമ്മൾ 10:30 ആയപ്പോഴത്തേക്കും നമ്മൾ എത്തിയല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ഷോപ്പൊന്നും ഇല്ല. എന്നാലും ജസ്റ്റ് ഇതാ എല്ലാം ഒന്ന് കറങ്ങി കണ്ടു. കുറേ ഡ്രസ്സിൻ്റെ കടകളും അതുപോലെ തന്നെ ഫുഡായാലും ടോയ്സ്, അതുപോലെ തന്നെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ജസ്റ്റ് ഇങ്ങനെ ഇതേപോലെ ഒന്ന് കറങ്ങി നടന്ന് കണ്ടു. 5 or 6 നിലയൊക്കെ ഉണ്ട് കേട്ടോ ഇത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും മുകളിലായിട്ടാണ് ഗെയിമിൻ്റെ സെക്ഷൻ കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഗെയിമിൽ ഏതെങ്കിലുമൊക്കെ കളിപ്പിക്കണം എന്നൊക്കെ വിചാരിച്ചു. പിന്നെ വേണ്ടാന്ന് വിചാരിച്ചു കേട്ടോ. ശരിക്കും 10 മിനിറ്റേ ഉള്ളൂ ടൈം. 10 മിനിറ്റ് ടൈമിന് ഏകദേശം 350 രൂപ അങ്ങനെയൊക്കെയാണ് കേട്ടോ റേറ്റ് വരുന്നത്. അപ്പോൾ പിന്നെ കളിപ്പിച്ചില്ല. പിന്നെ അവിടുത്തെ 2 ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊടുത്തു. പിന്നെ നമ്മൾ നേരെ വന്നിട്ടുണ്ടായിരുന്നത് മിഠായി തെരുവിലേക്കാണ് കേട്ടോ. മിഠായി തെരുവിൽ ഞാൻ കുറേ കേട്ടിട്ടുണ്ടെങ്കിലും ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കാണുന്നത്. കോഴിക്കോട്ടേക്ക് നമ്മൾ ആദ്യമായിട്ടാണ് പോകുന്നത്. ഒരു തവണ പോയിട്ടുണ്ട്, ബീച്ചിലേക്ക് മാത്രം പോയിട്ടുണ്ട് കേട്ടോ, കുറേ മുന്നേ കേട്ടോ. നമ്മുടെ ഫാദുക്കുട്ടിയൊന്നും ഇല്ലാത്ത സമയത്ത്, ഫൈസിക്കുട്ടി മാത്രമുള്ള ടൈമിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെയാണ് ഇപ്പോഴാണ് കേട്ടോ നമ്മൾ കോഴിക്കോട് പോകുന്നത്. അപ്പോൾ അത്യാവശ്യം വില കമ്മിയൊക്കെ ഉണ്ട് കേട്ടോ. 300 രൂപയ്ക്ക് 500 രൂപയ്ക്ക് 2 ടോപ്പ് അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ ഉണ്ട്. പക്ഷെ ക്വാളിറ്റി വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ.
അങ്ങനെ അത് അവിടെ കൂടെ കുറേ നടന്നു. നല്ല വെയിലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പോക്ക് ജസ്റ്റ് ഒന്ന് വേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. കാരണം ഈ ഒരു ടൈം നമ്മൾ കുറേ അലഞ്ഞു തിരിഞ്ഞ് നല്ലതായിട്ട് വിശക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല വെയിലും കൂടിയല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ അലഞ്ഞു തിരിഞ്ഞ് ഫാദുക്കുട്ടിക്ക് ഒരു ചെരുപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. 250 രൂപയുള്ളൂ. അത് ആ ഒരു റേറ്റിനുള്ള ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നമുക്ക് വിശന്ന് പ്രാന്തായി വേഗം തന്നെ ഫുഡൊക്കെ കഴിച്ചു. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിഞ്ഞ ശേഷമാണ് പിന്നെ നമ്മൾ അണ്ടർ വാട്ടർ ടണലിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അതും കോഴിക്കോട് നമ്മൾ ബീച്ച് സൈഡ് തന്നെ ആയിട്ടാണ് കേട്ടോ ഉള്ളത്. അപ്പം നമ്മൾ ഇതിലേക്ക് കയറുമ്പോൾ സ്റ്റാർട്ടിങ് ഇതാണ് കേട്ടോ. അതായത് നമ്മൾ നടക്കുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും കുറച്ച് ചെറിയ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ആ ഒരു പ്ലാന്റ്സിലൊക്കെ കുറേ പക്ഷികളുണ്ട് കേട്ടോ. അത് നമ്മളെ തലൻ്റെ മേലെ കൂടിയും ഫ്രണ്ട് കൂടെ ഒക്കെ ഇങ്ങനെ പാറി പാറി നടക്കട്ടെ. നല്ല രസമാണ്. അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ ഒരു കൂളിംഗ് എഫക്റ്റ് ആണ് കേട്ടോ. നല്ല രസമാണ് കേട്ടോ. ഇതിലേക്ക് കയറി കഴിഞ്ഞാൽ ഇതിലേക്ക് കയറാൻ വേണ്ടിയിട്ട് 120 രൂപയുള്ളൂ കേട്ടോ. അത് നല്ല വേർത്തിയായിട്ട് തോന്നിയിട്ടോ. കാരണം ഇതിനുള്ളിൽ കുറേ കാര്യങ്ങൾ കാണാനുണ്ട്. പിന്നെ കുറേ ഷോപ്പുകൾ, കുട്ടി കുട്ടി ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. അതായത് ഡ്രസ്സിൻ്റെ പാത്രങ്ങൾ, പ്ലേറ്റ്സ്, അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള ഫുഡിൻ്റെ കാര്യങ്ങൾ, നോട്ട്ബുക്ക്, പിന്നെ അങ്ങനത്തെ കുറേ ഐറ്റംസ്, വെറൈറ്റി സാധനങ്ങളൊക്കെ ഉള്ള കുറേ ഷോപ്പുകളുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ്. പക്ഷെ ഇതിൻ്റെ അങ്ങേ അറ്റത്ത്, അതായത് ഇത് കൂടെ കയറി കഴിഞ്ഞാൽ ലാസ്റ്റ് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. ഏകദേശം ഒരു മണിക്കൂറൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ നടക്കാനുണ്ട് കേട്ടോ. അങ്ങനെ ഫസ്റ്റത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. അങ്ങനെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞു. പിന്നെ അപ്പുറത്ത് നേരെ ഇങ്ങനെ പോവാണ് കേട്ടോ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അതേപോലെ കൂട്ടിൽ കുറേ ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് ഫിഷസ് ഉണ്ട്. അതുപോലെ തന്നെ ചെറിയ ചെറിയ മൃഗങ്ങളുണ്ടല്ലോ, എലിക്കുട്ടി, പൂച്ച, അതുപോലെ തന്നെ പക്ഷികൾ, അങ്ങനത്തെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കണ്ടു. അതും കഴിഞ്ഞ് അപ്പുറത്തെ സൈഡിലാണ് നമ്മുടെ ശരിക്ക് ഫിഷസ് വരുന്നത് കേട്ടോ. അപ്പോൾ സ്റ്റാർട്ടിങ് ഇതേപോലെ കുഞ്ഞു കുഞ്ഞു മീനാണ്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെയല്ല. നമുക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ നമ്മളെ മൈൻഡ് മാറും കേട്ടോ. അതായത് ഇത്രയും മീനെയൊക്കെ നമ്മൾ ഒരുമിച്ച് കണ്ടിട്ടുണ്ടാവില്ലല്ലോ. അപ്പോൾ ഇതിങ്ങനെ നോക്കി നടക്കാൻ നല്ല രസമാണ്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് നമ്മുടെ മത്സ്യകന്യക ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള നല്ല ക്യൂട്ടായിട്ടുള്ളൊരു മത്സ്യകന്യകയാണ്. എല്ലാവർക്കും അവർ ഹായും അതുപോലെ തന്നെ ഹാർട്ടൊക്കെ തരുന്നുണ്ട്, നല്ല കിസ്സൊക്കെ തരും കേട്ടോ. അപ്പോൾ മത്സ്യകന്യക നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അതുപോലെ തന്നെ അതിൻ്റെ അപ്പുറത്ത് ഒരു മനുഷ്യൻ കൂടി ഉണ്ട് കേട്ടോ. ഇതേപോലെ ഓക്സിജൻ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നടക്കുന്നത്. അങ്ങനെ കുറേ അതൊക്കെ മീനൊക്കെ കണ്ട് നടന്നു. അതിൻ്റെ അപ്പുറത്തെ ഒരു സെക്ഷനിലായിട്ട് തന്നെയാണ് ഇതും. ഇവിടെ നമുക്ക് പാമ്പിനെ തൊടാനൊന്നും പൈസ വേണ്ട കേട്ടോ. നമുക്ക് മേത്തിടാൻ പൈസ വേണമെന്ന് തോന്നുന്നു. അത് എത്രയെന്ന് എനിക്കറിയില്ല കേട്ടോ, ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഇങ്ങനെ കണ്ടു കേട്ടോ. പിന്നെ അതായത് ഇപ്പുറത്ത് മറ്റേ ഇഗ്വാനോ അങ്ങനത്തെ എന്തോ സംഭവമുണ്ട്. പിന്നെ മറ്റേ വേറൊരു പക്ഷി അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അത്രയും സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് കേട്ടോ. അതൊക്കെ അതുകൂടി കണ്ടു കഴിഞ്ഞു. ലാസ്റ്റ് വന്നിട്ട് നമ്മൾ ഫുഡ് ഐറ്റംസ് ഉള്ള ഒരു ഏരിയയിലും കേട്ടോ. ഒരുപാട് വെറൈറ്റി ദോശകൾ, അതുപോലെ തന്നെ നമുക്ക് ഫ്രഷ് ആയിട്ട് അപ്പോൾ ചൂടോടെ ഉണ്ടാക്കി തന്നെ ചിക്കൻ ചില്ലി, കോളിഫ്ലവർ ചില്ലി, അങ്ങനത്തെ എണ്ണക്കടികളുണ്ടല്ലോ, അങ്ങനത്തെ ഐറ്റംസ്. അതുപോലെ തന്നെ വെറൈറ്റി ദോശ, കൊത്തു പൊറാട്ട, ബീഫും കപ്പയും, അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. ഇരുന്ന് കഴിക്കാനുള്ള ടേബിളും ചെയറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ കണ്ടു കഴിഞ്ഞ് ലാസ്റ്റ് എന്ത് കഴിഞ്ഞാലും തോണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ നേരെ ബീച്ചിലേക്ക് വന്നു കേട്ടോ. ബീച്ചിൽ അടിപൊളിയായിരുന്നു. കുറേ നേരം നമ്മൾ കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫൈസിയും ഫാദും ഒരുപാട് കളിച്ചു. അവർക്ക് ഒരുപാട് ഇഷ്ടമായിട്ട് പോരുന്ന തന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അവിടുന്ന് ഫാദുക്കുട്ടിന്റെ കൈ വിട്ട് കഴിഞ്ഞാൽ ഓടി പോയിരുന്നു കേട്ടോ. അങ്ങനെ ബീച്ചിൽ നമ്മൾ കുറേ നേരം സ്പെൻഡ് ചെയ്തു. ലാസ്റ്റ് ഇരുട്ടാവാനായ സമയത്താണ് നമ്മൾ ബീച്ചിൽ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ നേരെ കഴിക്കാനായിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ട്. അതൊന്ന് മേലും അതുപോലെ തന്നെ ചെരുപ്പിലും ഡ്രസ്സിലും ഒക്കെ മണലായിരുന്നു കേട്ടോ. ഡ്രസ്സ് പിന്നെ നമുക്ക് വീട്ടിലല്ല നമ്മളെ വണ്ടിയിൽ പോയിട്ട് മാറ്റാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ കുറേ വെറൈറ്റി സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ഉപ്പിലിട്ട ഐറ്റംസ്, ഐസ് വരതി, അതൊക്കെ ഉണ്ടല്ലോ. ഐസ് വരതി ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അത് കഴിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. 20 രൂപ കേട്ടോ അതിന്. എന്നാലും കുഴപ്പമില്ല കേട്ടോ, അത്യാവശ്യം കഴിക്കാനൊക്കെ ഉണ്ട്. അതിൽ കുറേ നട്ട്സും അതുപോലെ തന്നെ പൊട്ടുകടല, ടൂട്ടി ഫ്രൂട്ടി, അങ്ങനത്തെ. പിന്നെ ലാസ്റ്റ് മറ്റേ സർബത്തിൻ്റെ ആ ഒരു സിറപ്പ് ഉണ്ടല്ലോ, അതും കൂടി ഒഴിച്ചിട്ട് തരും കേട്ടോ. നല്ല ടേസ്റ്റിയാണ് കേട്ടോ അത്. പിന്നെ ഉപ്പിലിട്ട സംഭവങ്ങളൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു.
പിന്നെ അതൊക്കെ കഴിഞ്ഞ് ബീച്ചിന്റെ കുറച്ച് ഇപ്പുറത്തെ സൈഡ്, അതായത് മേൽഭാഗത്ത് ഇതേപോലെ മരത്തിന്റെ ഇടയിൽ കൂടെയൊക്കെ നിറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അവിടെ നമ്മൾ കുറേ നേരം ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ അപ്പുറത്ത് ബാത്റൂമും അതുപോലെ തന്നെ ഇതൊക്കെ ഉണ്ട് കേട്ടോ, ഡ്രസ്സ് മാറാനുള്ള സാധനങ്ങളൊക്കെ റൂമൊക്കെ ഉണ്ട്. അവിടെ പോയിട്ട് ഡ്രസ്സൊക്കെ കുറേ പേര് മാറി ബാത്റൂമിലൊക്കെ പോയി ഫ്രഷായി കൈയും കാലമൊക്കെ ഒന്ന് കഴുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നിറച്ച് മണലായിരുന്നു കേട്ടോ, ചെരുപ്പിന്റെ ഉള്ളിൽ കൂടെയൊക്കെ മണൽ കയറിയിട്ട് നടക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും ടൈം ഏകദേശം ഒരു 8:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത്യാവശ്യം എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി. പിന്നെ നമ്മൾ നല്ലൊരു ഹോട്ടലിൽ കയറിയിട്ട് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. നെയ്ച്ചോറും അതുപോലെ തന്നെ ഞാൻ നെയ്ച്ചോറ് കഴിച്ചു, ഫൈസിക്കുട്ടി ഒരു പൊറോട്ടയും കഴിച്ചിട്ടുണ്ടായിരുന്നു. ഫാദുക്കുട്ടി അപ്പോഴത്തേക്കും നല്ല ഉറക്കമായിരുന്നു കേട്ടോ. പിന്നെ അവൾ എഴുന്നേറ്റില്ല. പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്നപ്പോഴത്തേക്കും ഏകദേശം ഒരു 1:30-2 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. എനിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസും റീൽസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഏകദേശം ഒരു കുറേ മുന്നേ അനിയൻ്റെ ഫ്രണ്ട് എനിക്ക് അയച്ചു തന്നാണ് കേട്ടോ. നമ്മൾ മീറ്റ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഒരു വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ സംസാരിച്ചു. നമ്മൾ കോഴിക്കോട് നിന്ന് വന്നിട്ട് ഫുഡൊക്കെ കഴിച്ച് വണ്ടിയിൽ കയറിയ ടൈം തൊട്ട് ഞാൻ തെങ്കര ഇറങ്ങുന്നത് വരെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. +2 കഴിഞ്ഞ ശരിക്കും ഞങ്ങൾ ഇങ്ങനെ അടുത്ത് കുറേ നേരം സ്പെൻഡ് ചെയ്യുന്നത് ഇത് ആദ്യമായിട്ടാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡേ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അത്രയും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ഡേ ആയിരുന്നു. അപ്പോൾ ഒരുപാട് വർഷം കാലം നമുക്കിത് ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക, ഈ ഒരു ഫോട്ടോസും വീഡിയോസൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും. പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു വീട്ടിൽ തന്നെ ഇരിക്കുന്നവർക്ക് നമ്മളെ പഴയ ഫ്രണ്ട്സിനെ കാണുമ്പോഴും സംസാരിക്കുമ്പോഴൊക്കെ കിട്ടുന്ന ഒരു ഫീൽ എന്ന് പറയുന്നത് ഒരു വേറൊരു ഫീൽ തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇത്രയുള്ളൂ. നെക്സ്റ്റ് ഡേ ആയിട്ട് കാണാം. ടാറ്റാ.